Hi friends, welcome back to Menu's Taste of Home. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ തലശ്ശേരി സ്റ്റൈലിലുള്ളൊരു നെയ്ച്ചോറ് തയ്യാറാക്കാം. നെയ്ച്ചോർ അല്ലെങ്കിൽ ഗീ റൈസ് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇവിടെ ഞാൻ ജീരകശാല റൈസ് ആണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കൈമ റൈസ് എന്ന് പറയും. 2 കപ്പ് 4 കപ്പ് വെള്ളം. ആദ്യം തന്നെ 2 കപ്പ് ജീരകശാല റൈസ് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് അരമണിക്കൂർ കുതിർത്തെടുക്കാം. ഗീ റൈസ് ഗാർണിഷ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ ഞാനൊരു മീഡിയം സൈസ് സവാള ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, മല്ലിയില, കുറച്ച് കാഷ്യൂസും അതുപോലെ കുറച്ച് റൈസിൻസും എടുത്തിട്ടുണ്ട്. ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു അളവില്ല, നമ്മളുടെ ഇഷ്ടാനുസരണം ചേർക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പാകത്തിന് ഉപ്പ്. റൈസ് കുതിർന്ന് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് സവാള, ക്യാരറ്റ്, കാഷ്യൂസും റൈസിൻസും ഒക്കെ ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നമുക്ക് നെയ്യ് ചേർക്കാം. നെയ്ക്ക് പകരം വെജിറ്റബിൾ ഓയിൽ ചേർത്തിരുന്നാലും മതി. ഇപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്യൂസ് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്ത് മാറ്റാം. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. കാഷ്യൂസ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് റൈസിൻസ് ഫ്രൈ ചെയ്യാം. ഇതുപോലെ പഫായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ക്യാരറ്റും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിനി നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റാം. ഗീ റൈസ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാനാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള നെയ്യ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഗീ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പട്ട, 1/2 ടീസ്പൂൺ ജീരകം, 3 ഏലക്ക, 1/4 ടീസ്പൂൺ കുരുമുളക്, 4-5 ഗ്രാമ്പു, 1 തക്കോലം, 2 ബേ ലീഫ്. ചൂടായ നെയ്യിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല ചേർക്കാം. റോസ്റ്റ് ചെയ്തെടുക്കാം. സ്പൈസസ് എല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള വളരെ കനം കുറച്ചരിഞ്ഞത് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വാടി വന്നാൽ മതി. ഒത്തിരി നേരം നമ്മൾ ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് കുതിർത്ത് വെള്ളം തോരാൻ വെച്ചിരിക്കുന്ന കൈമ റൈസ് ചേർക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് നമുക്ക് ഈ റൈസ് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ റൈസ് ചെറുതായിട്ട് പൊട്ടുന്ന ഒരു ശബ്ദം കേൾക്കാം. ഈ ടൈം ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ചേർക്കാം. 4 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ നല്ലൊരു മഞ്ഞ നിറം കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് റൈസിന് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഈ വെള്ളത്തിൽ ചെറുതായിട്ട് ഉപ്പിന്റെ ടേസ്റ്റ് ഉണ്ടാവണം, എന്നാലാണ് റൈസിന് പാകത്തിന് ഉപ്പ് കിട്ടത്തുള്ളൂ. 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പൊ നിങ്ങൾ പ്രഷർ കുക്കറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വേവിച്ചെടുക്കാം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
റൈസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ശരിക്കും ഈ ഒരു ഗീ റൈസിന് കൈമ റൈസിന്റെ നല്ലൊരു ഫ്ലേവർ ആണ്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം. ആദ്യം ഫ്രൈഡ് ഓണിയൻസ് വെച്ച് ഗാർണിഷ് ചെയ്യാം. ഫ്രൈ ചെയ്തിട്ടുള്ള കാഷ്യൂസ് ചേർക്കാം. ഫ്രൈ ചെയ്തിട്ടുള്ള ക്യാരറ്റ് ചേർക്കാം. ഫ്രൈ ചെയ്തിട്ടുള്ള റൈസിൻസ് ചേർക്കാം. ചോപ്പ് ചെയ്തിട്ടുള്ള മല്ലിയില ചേർക്കാം. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നെയ്ച്ചോറ് സെർവ് ചെയ്യാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് പകർത്താം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോർ ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.